ഗേൾസ്, നിങ്ങൾക്ക് PCOD ഉണ്ടോ? ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല? ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടോ? ബട്ട് ഗേൾസ്, നമ്മുടെ കിച്ചണിൽ തന്നെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? യെസ്, PCOD കേൾക്കുമ്പോൾ തന്നെ പീരീഡ്സ് ഇറഗുലർ, മൂഡ് സ്വിങ്സ്, ആക്നീസ്, വെയിറ്റ് കൂടുന്നു, ഫുൾ കൺഫ്യൂഷൻ, ലൈഫേ ഫുൾ കൺഫ്യൂഷൻ ആണല്ലേ. ബട്ട് ലിസൺ, നമ്മൾ വീക്ക് ആയത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ? അല്ല, നമ്മുടെ ബോഡി നമ്മൾ നല്ലോണം നറിഷ് ചെയ്താൽ നമുക്കിത് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ഇതുകൊണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഹോർമോൺ ഫ്രണ്ട്ലി, ഹെയർ ഫോൾ ഫ്രണ്ട്ലി ഡ്രൈ നട്ട്സ് ലഡു ആണ്. നെക്സ്റ്റ് നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഫ്ലാക്സീഡ് റിച്ച് ഇൻ omega-3 ഫാറ്റി ആസിഡ്സ് കണ്ടെയ്ൻ ലിഗ്നിൻസ്. ഇത് ആൻഡ്രോജൻ ലെവൽ കുറക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ്, സൺഫ്ലവർ സീഡ് ഹൈ ഇൻ വൈറ്റമിൻ ഇ, പവർഫുൾ ആൻറ്റി ഓക്സിഡൻറ്റ്, ഹെയർ റൂട്ട്സ് പ്രൊട്ടക്ട് ചെയ്യുന്നു. ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കാനും ബേസിക്കൽ സ്കാൽപ്പിന് ഒരു ബോഡി ഗാർഡായിട്ട് ഇത് ആക്ട് ചെയ്യുന്നു. കാഷ്യൂനട്ട് ഇതിൽ ഹെൽത്തി ഫാറ്റ്സ് ആൻഡ് മെഗ്നീഷ്യം ഉള്ളതുകൊണ്ട് തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ്, ബദാം ഇത് നമ്മളെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാനും ഹേർട്ട് ഹെൽത്തിന് നല്ലതാണ്. റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻറ്റുമാണ്. വാൾനട്ട് ഇത് നമ്മളെ ബോൺ ഹെൽത്തിനെയും ബ്രെയിൻ ഫംഗ്ഷനെ എൻഹാൻസ് ചെയ്യുന്നു. ടൈപ്പ് 2 ഡയബറ്റീസിന് മാനേജ്മെൻറ്റിന് ഇത് യൂസ് ചെയ്യുന്നു. പിസ്ത ഇത് നമ്മളെ BPനെ ലോവർ ചെയ്ത് മസ്കുലർ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ഇതാണ് മക്കാന അല്ലെങ്കിൽ താമരമുട്ട്. ഇത് ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് ആയതുകൊണ്ട് ഷുഗർ സ്പൈക്ക് ഉണ്ടാവില്ല. ഡേറ്റ്സ് കോളൻ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ഹേർട്ട് ഹെൽത്തിന് നല്ലതാണ്. ബ്ലഡ് പ്രഷറിനെ അത് റെഡ്യൂസ് ചെയ്യും. പറഞ്ഞിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത്രയും എടുക്കുക. എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും ചൂടാക്കുക. ലൈറ്റ് ഗോൾഡ് കളർ ആകുന്നത് വരെ ചൂടാക്കിയാൽ മതി. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ചൂടാക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാതെ സൂക്ഷിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആവശ്യമുള്ള സീഡ്സ് ഇതിൽ യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ മെയിൻ ഫ്ലാക്സീഡാണ്. ഇത് PCODനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ ഞാൻ ഏലയ്ക്കും ചെറിയ കഷ്ണം സിനമണും എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഫോർ ഫ്ലേവറിന്. ഇത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യും. ഇതൊക്കെ കൂടി നല്ലോണം മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യത്തിന് വലുപ്പത്തിലുള്ള ഉരുളകളാക്കുക. ഇതിന് അഡീഷണലായിട്ട് മധുരം, പഞ്ചസാര നമ്മൾ ചേർക്കേണ്ട ഒരാവശ്യവുമില്ല. എന്നിട്ടിത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെക്കാം. അപ് ടു 1 വീക്കിനുള്ളിൽ ഇത് ഫ്രിഡ്ജിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഗേൾസ്, PCOD എന്തായാലും ഒരു ദിവസം കൊണ്ട് മാറുന്നതല്ല. അതുപോലെ തന്നെ ഹെയർ ഫോൾ എന്തായാലും 1 വീക്ക് കൊണ്ട് മാറുന്നതല്ല. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, കൺസിസ്റ്റൻ്റ്ലി നമ്മളിത് യൂസ് ചെയ്ത് എന്തായാലും നമ്മുടെ ബോഡി ചെയ്യും. ഒരു ലഡു കഴിച്ചത് കൊണ്ട് മാത്രമൊന്നും നമ്മുടെ PCOD കൺട്രോൾ ആവുമെന്നൊന്നും ഞാൻ പറയുന്നു. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ റെഗുലറായിട്ടുള്ള എക്സസൈസും സ്ട്രെസ് മാനേജ്മെൻറ്റും 6 to 7 hours സ്ലീപ്പ്, പിന്നെ നമ്മൾ വെയ്റ്റ് മാനേജ്മെൻറ്റും ഒക്കെ ചെയ്യണം. പിന്നെ ആവശ്യമാണെങ്കിൽ ഡോക്ടറെ കാണിക്കണം. കാരണം ചില ഗേൾസിന് മൂഡ് സ്വിങ്സും ഒക്കെ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. നമ്മളെ കാണുന്ന ആൾക്കാർ പറയും, ഈ പെണ്ണെന്താ ഇങ്ങനെ, ഇതൊക്കെ വേറെ എപ്പോൾ നോക്കിയാലും ദേഷ്യമാണല്ലോ, എന്ത് പറഞ്ഞാലും ദേഷ്യമാണല്ലോ, ഇതൊക്കെ ഡ്രാമയല്ലേ. പക്ഷെ സീരിയസ്ലി ഉള്ള ഒരു പെണ്ണിൻ്റെ ഒരു അവസ്ഥയാണ്. അത് ആരും മനസ്സിലാകത്തില്ല. കാരണം പ്ലീസ്, ഫാമിലി ഒന്നും കൂടി സപ്പോർട്ട് ചെയ്താൽ ഇത് വളരെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതേയില്ല. ഇത് ഗേൾസിന് മാത്രമല്ല മെന്നിനും യൂസ് ചെയ്യാം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാനും ഹോർമോണൽ ഇംബാലൻസ് മാറ്റാനും ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും മാത്രമല്ല മെൻസിലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ബൂസ്റ്റ് ചെയ്യാനും പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലടങ്ങിയിരിക്കുന്ന സിങ്കും ആൻറ്റി ഓക്സിഡൻറ്റും സ്പേമിൻ്റെ ഹെൽത്തിനെ അത് മാനേജ് ചെയ്യാൻ സഹായിക്കും. ഇനി PCOD എന്താ, PCOS എന്താ, ഹെയർ ഫോൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യും. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അതെന്തായാലും പറയാം. ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യും. പിന്നെ PCOD കാരണം സഫർ ചെയ്യുന്ന നിങ്ങളുടെ ചങ്കിനൊന്ന് ഷെയർ ചെയ്യും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ.